ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 1-ാം വാക്യം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. കെവിൻ എന്ന ബിസിനസ്സുകാരൻ്റെ ഭാര്യ കെവിനെയും 8 വയസ്സുള്ള തൻ്റെ മകനെയും ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മകനെ വളരെയധികം സ്നേഹിച്ച കെവിന് അവനെ പൂർണ്ണസമയം ശ്രദ്ധിക്കുവാൻ സമയമില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ മകനോട് പറഞ്ഞു, മോനെ, ഞാൻ 2 സ്ത്രീകളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവരിൽ നീ പറയുന്ന ഒരാളെ നിനക്ക് അമ്മയായി ലഭിക്കുന്നതാണ്. ആരെയാണ് നിനക്ക് വേണ്ടതെന്ന് നീയാണ് നിശ്ചയിക്കേണ്ടത്. അങ്ങനെ അയാൾ അടുത്ത ദിവസം തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അന്ന് ഭക്ഷണ സമയം. അവൻ കുറച്ച് ചെറു കല്ലുകൾ പെറുക്കി ഭക്ഷണത്തിലിട്ടു. അതിന് പിതാവ് അവനെ ശാസിച്ചു. ആ സ്ത്രീ പറഞ്ഞു, അവനെ വഴക്കു പറയേണ്ട, അവൻ കൊച്ചുകുട്ടിയല്ലേ. അടുത്ത ദിവസം വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു. അന്നും അവൻ ഭക്ഷണത്തിൽ കല്ലുകളിട്ടു. അന്ന് പിതാവ് ശാസിക്കുന്നതിന് മുൻപായി തന്നെ ആ സ്ത്രീ അവനെ ശാസിച്ചു. അടുത്ത ദിവസം പിതാവ് ചോദിച്ചു, ഈ 2 ആരെയാണ് നിനക്ക് അമ്മയായി ലഭിക്കാൻ നീ ഇഷ്ടപ്പെടുന്നത്? ആ മകൻ പറഞ്ഞു, 2-ാം ദിവസം വന്ന സ്ത്രീയെ. പിതാവിന് അത് അതിശയമായി തോന്നി. അവനെ ശാസിച്ച സ്ത്രീയെയാണ് അമ്മയാക്കുവാൻ അവൻ നിശ്ചയിച്ചത്. പിതാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്നെ ശാസിച്ച സ്ത്രീയെ അമ്മയായി ലഭിക്കാൻ നീ ഇഷ്ടപ്പെടുന്നത്? അവൻ പറഞ്ഞു, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അമ്മയായി തീരേണ്ടത്. പിതാവ് അവനെ അഭിനന്ദിച്ചു. സാധാരണയായി ആർക്കും തങ്ങളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നവരെ ഇഷ്ടമല്ല. എന്നാൽ ഇവിടെ ഈ കുട്ടി പറയുന്നു, ശാസിക്കുന്നവരും ശിക്ഷണം നൽകുവാൻ പ്രാപ്തരുമാണ് മാതൃത്വത്തിന് യോഗ്യരായിട്ടുള്ളതെന്ന്. അമ്മയുടെ ശാസന കാരണം അമ്മമാരെ വെറുക്കുന്ന മക്കളുമുണ്ട്. എന്നാൽ ഈ കുട്ടി വളരെ ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയായിരുന്നു. അവന് വേണ്ടത് തന്നെ നേർവഴിയിൽ നടത്തുവാൻ ശ്രദ്ധിക്കുന്ന ഒരമ്മയായിരുന്നു. പല മാതാപിതാക്കളും മക്കളെ പിണക്കേണ്ട എന്ന് കരുതി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്നവരാണ്. എന്നാൽ അത് മക്കളെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ശാസന ഉൾക്കൊള്ളുവാൻ മനസ്സുള്ളവർ ജീവിതത്തിൽ മഹത്തുക്കളാവും. മക്കളെ ശരിയായ ശിക്ഷണത്തിൽ വളർത്തുവാൻ കഴിയുന്നവരാണ് അവരുടെ അഭ്യുദയകാംക്ഷികൾ. സ്വന്തം മക്കൾ ആയാലും കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നിയോഗിക്കപ്പെട്ട ആളാണെങ്കിലും മക്കളെ സ്നേഹത്തോടും വാത്സല്യത്തോടും എന്നാൽ ശിക്ഷണത്തോടും കൂടെ വളർത്തുവാൻ പ്രാപ്തരായിരിക്കണം. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ മാതൃത്വവും ക്രിസ്തീയ പിതൃത്വവും ദൈവിക ദാനമാണെന്നും ദൈവിക നിയോഗമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തലമുറകളെ ദൈവനീതിയിലും ദൈവബോധത്തിലും വളർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.